ഗുഡ് ഈവനിങ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഡെഫിനിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1962 കുറച്ച് ഡെഫിനിഷൻസ് ആയിരുന്നു. അതായത് കുറച്ച് അതിൽ വരുന്ന കുറച്ച് ടേമുകളുണ്ട്. വാരിയസ് ടേംസ് ആൻഡ് ഫ്രേസസ് ഓഫ് യൂസ്ഡ് ഇൻ ദിസ് ആക്ട് ഹാവ് ബീൻ ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 2 ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. എനിവേ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം പറഞ്ഞു, പിന്നെ പേഴ്സൺ പറഞ്ഞു. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അസസിയുടെ കേസ് പറഞ്ഞു. അതിലും ഒരുപാട് നോർമൽ അസസി, റെപ്രസെൻറ്റേറ്റീവ് അസസി, അങ്ങനെയും കുറച്ച് ടേംസുകൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അസസ്മെൻ്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിവേ ഞാൻ അസസ്മെൻ്റ് എന്താണെന്ന് ഒന്നും കൂടെ പറയാം. അസസ്മെൻ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 8. അസസ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ ഒരു അസസിക്ക് എത്രത്തോളം ടോട്ടൽ ഇൻകം കിട്ടിയിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു പ്രീവിയസ് ഇയറിൽ അസസിക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ബേസിൽ അവർക്ക് എത്രത്തോളം ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്, അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ശേഷം അതാണ് എന്ത് പറയുന്നത്, ഈ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഇൻകം ടാക്സിൻ്റെ ഈ ഒരു കേസിൽ ഒരു പ്രധാനപ്പെട്ട 2 ഹെഡിങ്ങുകളാണ്. ഒന്ന് പ്രീവിയസ് ഇയറും അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഇയറും. അപ്പോൾ ഈ അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുരുക്കിയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു 10,000 രൂപ കഴിഞ്ഞ വർഷം എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇൻകം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്കറിയില്ല എനിക്ക് ഇത്ര രൂപയാണ് ഇൻകം കിട്ടിയിട്ടുള്ളതെന്നോ എനിക്കോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോ ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻകം അവരാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ മുകളിൽ ടാക്സ് ഇതാക്കേണ്ടതൊക്കെ അവരാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ ഇൻകം ഈ വർഷമായിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ എനിക്ക് ടാക്സ് ഉണ്ടെന്ന് പറയുന്നതും ഞാൻ അടയ്ക്കേണ്ടതൊക്കെ ഈ വർഷമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ ഇൻകത്തിന് ഈ വർഷമാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടതും അവർ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതൊക്കെ ഈ വർഷമായിരിക്കും. അപ്പോൾ ഈ വർഷത്തിനെയാണ് എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഏത് വർഷമാണോ ടാക്സ് ഉള്ളത് അതിനെയാണ് എന്ത് പറയുന്നത്, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോയത് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് മലയാളത്തിൽ ഏറ്റവും ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു തന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ നമുക്കതിൻ്റെ ഈ ഇതിലുള്ള ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അസസ്മെൻറ്റ് ഇയർ സെക്ഷൻ 2 സബ്സെക്ഷൻ 9. അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരിയഡ് ഓഫ് 12 months commencing on the first day of April every year and ending on 31st March of next year. അതായത് ഈ അസസ്മെൻറ്റ് ഇയറിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 12 മാസമായിരിക്കും. അത് ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ വർഷവും ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ മാർച്ച് 31 അത് എൻഡ് ചെയ്യുകയും ചെയ്യും. അതാണ് എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. It is during this period that assessment take place. In other words, the financial year in which the income of the previous year is assessed is called a assessment year. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകം ആസസ് ചെയ്യുന്ന ആ ഒരു ഇയർ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഏതാ, 2024-25 ആണ്. ഇത് ഈ പ്രീവിയസ് ഇയർ ഏതായിരിക്കും, അപ്പോൾ 2023-24 ആയിരിക്കും നമ്മുടെ എന്ത് പറയുന്നത്, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്കിൽ ഞാനൊരു ചെറിയൊരു നോട്ട് ഞാൻ എഴുതി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് ഈ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രീവിയസ് ഇയർ. ദ ടേം പ്രീവിയസ് ഇയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ അസസി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതായത് ഈ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞ ടേമിന് ഇൻകം ടാക്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം എന്താ, ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ദി ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ അസസി ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഒരു അസസി ഏൺ ചെയ്തിട്ടുള്ള ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കുക. പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസൈഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. അതായത് പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ എന്താ, അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നേയുള്ള വർഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. This previous year is the financial year or a period of 12 months immediately preceding the assessment year. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതായിരിക്കും, 2023-24 ആണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ. അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2024-25. ഓക്കെ,
അപ്പോൾ നമ്മളിപ്പോൾ 7 ടേമുകൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. നെക്സ്റ്റ് പറയുന്നതാണ് എട്ടാമത്തെ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം മീൻസ് ദ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ബിഫോർ മേക്കിംഗ് എനി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 18C to 18U. In other words, it is the aggregate of income under all the 5 heads of income after adjusting the set of ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻകം ടാക്സ് എന്ന് അതായത് ഒരാൾക്ക് ഇൻകം കിട്ടുക എന്ന് പറയുന്നത് 5 ഹെഡ്സ് കൂടിയായിരിക്കും ഒരാൾക്ക് ഇൻകം കിട്ടുന്നുണ്ടായിരിക്കുക. സാലറി, ക്യാപിറ്റൽ ഗെയിൻ, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, അതുപോലെ തന്നെ അതർ സോഴ്സ്. ഇങ്ങനെ ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഓർഡർ ഉണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വഴിയായിരിക്കും ഒരാൾക്ക് ഇൻകം ഏൺ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ചില ഡിഡക്ഷൻസ് ഒക്കെ വരും. ഈ ഡിഡക്ഷൻസ് എല്ലാം വരുന്നതിന് മുന്നേ ബിഫോർ മേക്കിംഗ് എനി ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 84, അതായത് സെക്ഷൻ 18C മുതൽ 18U വരെയുള്ള ചില സെക്ഷനിൽ നമുക്ക് ചില എമൗണ്ടുകൾ മൈനസ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ആ എമൗണ്ടുകൾ മൈനസ് ചെയ്യുന്നതിന് മുന്നേയുള്ള നമ്മുടെ ഇൻകം, അതിനെയാണ് എന്ത് പറയുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻകം അണ്ടർ ഓൾ ദി 5 ഹെഡ്സ് ഓഫ് ഇൻകം ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ദി സെറ്റ് ഓഫ്. അപ്പോൾ ഈ എല്ലാ 5 ഹെഡ്സ് ഇൻകം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതാണ് എന്ത് പറയുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം സെക്ഷൻ 18 സബ്സെക്ഷൻ 5. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം സെക്ഷൻ 2 സബ്സെക്ഷൻ 45. Total income means the amount left after making the deduction under section 18C to 18U from the gross total income. അതായത് ഈ സെക്ഷൻ 18Cക്കും 18(4)നും യുനും ഇടയ്ക്ക് ചില എമൗണ്ടുകൾ നമുക്ക് മേ ബി അഡ്ജസ്റ്റ് ചെയ്യാൻ ഡിഡക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ശേഷം വരുന്ന ഇൻകം ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് വിൽ ബി കാൽക്കുലേറ്റഡ് ഓൺ ദിസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടോട്ടൽ ഇൻകത്തിൻ്റെ ബേസിലായിരിക്കും. സോ ദിസ് ഇൻകം ഈസ് കോൾഡ് ടാക്സബിൾ ഇൻകം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻകത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത് പറയുന്നത്, ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ടോട്ടൽ ഇൻകം. നെക്സ്റ്റ് പറയുന്നതാണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്. മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് സെക്ഷൻ 2 സബ്സെക്ഷൻ 29C. The Income Tax Act 1961 defines maximum marginal rate to mean the rate of income tax applicable in relation to the highest slab of income in the case of an individual, association of person, body of individual, as the case may be, as specified in the Finance Act of the relevant previous year. അതായത് ഏതൊരു ഇൻഡിവിജ്വൽ ആയാലും അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയാലും അതല്ല ഇനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആയാലും എനിവേ ആരായാലും അവരുടെ മുകളിൽ ചുമത്തുന്ന നികുതിക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അത്രമാത്രം മാക്സിമം അത്രേ നമുക്ക് ചുമത്താൻ കഴിയുള്ളൂ, അതിൽ കൂടുതൽ ഇനി കഴിയത്തില്ല. അതാണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ തിങ്ക് 43% ആണ് ആ ഒരു മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് തോന്നുന്നു. ഓക്കെ, അതാണ് അത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ്. ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് സെക്ഷൻ 2 സബ്സെക്ഷൻ 10. Average rate of income tax means the rate of arrived at by dividing the amount of income tax calculated on the total income by such total income. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇനി ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിഡക്ഷൻസ് ഒക്കെ മൈനസ് ചെയ്തതിന് ശേഷം, അതായത് സെക്ഷൻ 18C to 18U വരെയുള്ള സെക്ഷൻസ് പ്രകാരം എന്തെങ്കിലും എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അത് മൈനസ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ടോട്ടൽ ഇൻകത്തിൽ നിന്നും ടോട്ടൽ ടാക്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം. അപ്പോൾ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് ആണ് ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ്. എത്ര ശതമാനം നമ്മൾ അടച്ചു, അതാണ് നമ്മൾ അടച്ചതിൻ്റെ ഒരു ആവറേജ് റേറ്റ് ഉണ്ടായിരിക്കില്ലേ, അതാണ് ആ ഒരു ഇത് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് കേട്ടോ അത്. ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ടോട്ടൽ ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. ഓക്കെ, അതാണ് അതിൻ്റെ ആ ഒരു ഇതായിട്ടാണ്. അപ്പോൾ എന്താണ് ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈക്വേഷൻ എഴുതി വയ്ക്കുക, അതുപോലെ തന്നെ ഈ ഒരു ഇത് എഴുതി വയ്ക്കുക കേട്ടോ. എനിവേ നെക്സ്റ്റ് പറയുന്നതാണ് കാഷ്വൽ ഇൻകം. കാഷ്വൽ ഇൻകം, എ നോൺ റിക്കറിങ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് കാഷ്വലി ഈസ് കോൾഡ് കാഷ്വൽ ഇൻകം. അതായത്
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വല്ല എമൗണ്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. നോൺ റിക്കറിങ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താ, ഇനി അതൊരിക്കലും കിട്ടാൻ പോണില്ല. അതുപോലെ തന്നെ അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുമായിരിക്കും. അതാണ് ക്യാഷ്വൽ ഇൻകം. ഇറ്റ് ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻകം വിന്നിങ് ഫ്രം ലോട്ടറി, ഇൻകം ഫ്രം കാർഡ് ഗെയിംസ്, ക്രോഡ് പസിൽസ് ആൻഡ് അതർ ഗെയിംസ് ഓർ ഗാംബ്ലിംഗ് ഓർ ഗെറ്റിംഗ് ഇൻ എനി ഫ്രം ആർ ക്യാഷ്വൽ ഇൻകംസ്. അതായത് ഏതെങ്കിലുമൊക്കെ ഒരു വഴി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം വരികയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് പറയാം ക്യാഷ്വൽ ഇൻകം എന്ന് പറയാം. അതായത് നമുക്കിപ്പോൾ ലോട്ടറി അടിച്ചിട്ട് നമുക്കിപ്പോൾ കുറച്ച് പൈസ കിട്ടി വിചാരിക്കുക. അപ്പോൾ നാളെ ഇന്നിപ്പോൾ എനിക്ക് ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ച് നാളെ എനിക്ക് ലോട്ടറി അടിക്കണമെന്നില്ല, മറ്റന്നാൾ എനിക്ക് ലോട്ടറി അടിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ലോട്ടറി അടിക്കണം, ഒരു വർഷം കഴിഞ്ഞിട്ട് ലോട്ടറി അടിക്കണം ഒന്നുമില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ് എന്ത് പറയുന്നത്, ഈ ലോട്ടറി അടിച്ചിട്ട് നമുക്ക് അതിന് ക്യാഷ് കിട്ടുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഗെയിംസ് കളിച്ചിട്ട് ക്യാഷ് കിട്ടുക എന്ന് പറയുന്നതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഗാംബ്ലിങ്, ചൂത് കളി, അതുപോലെ തന്നെ ബെറ്റ് ഒക്കെ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ചൂത് കളിച്ചിട്ട് ജയിക്കണം എന്നൊന്നുമില്ല. അതുപോലെ തന്നെ ബെറ്റ് വെച്ചാലിപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ പോസിറ്റീവും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ശരിയാവണം എന്നിട്ട് എനിക്ക് ക്യാഷ് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻകം, അതിനെയാണ് എന്ത് പറയുന്നത്, ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്ന 12 പോയിൻറ്റ്സ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ 12 പോയിൻറ്റ്സും ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ കൂടിയായിട്ട്. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ടൈറ്റിൽ മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാനുണ്ട് കേട്ടോ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ കുറച്ച് പ്രോബ്ലം അതുപോലെ തന്നെ കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. മേ ബി അതിങ്ങനെ അങ്ങനെ ചെയ്ത് പറയാണ്ട് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. സോ അതിൻ്റെ ഒരു കുഞ്ഞ വീഡിയോ ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതായത് ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് 2023-24 എനിക്ക് കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ഈ 10,000 രൂപ എനിക്ക് 2023-24 എന്ത് കിട്ടിയിട്ടുണ്ട്, ഇൻകം കിട്ടിയിട്ടുണ്ട്. ഈ 2023-24 പറയാൻ കാരണം എന്താ, ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആയിരിക്കും എന്ത് പറയുന്നത്, ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അതായത് 2023 ഏപ്രിൽ 1-നും 2024 മാർച്ച് 31-നും ഇടയിൽ എനിക്ക് കിട്ടിയ ഇൻകമാണ് എന്ത് പറയുന്നത്, ഈ 10,000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10,000 രൂപ എനിക്ക് ഇൻകം കിട്ടിയത് അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2024-25 ഓക്കെ. ഈ 2024-25 എനിക്ക് കിട്ടിയ ഈ 10,000 രൂപയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടതും ഈ 2024-25 അപ്പോൾ നമ്മൾ ഇതപ്പോൾ ഈ ഇയറിനെയാണ് എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻകം, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇയറും അതുപോലെ തന്നെ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ഒരു ഇയറുണ്ടല്ലോ, അതിനെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള ഇയറിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. കാരണം എന്താ, ഈ തൊട്ട് മുന്നേ ഉള്ള ഇയറിലെ ആയിരിക്കും നമ്മൾ എന്തടയ്ക്കുന്നുണ്ടായിരിക്കുക, ഈ ടാക്സ് അടയ്ക്കുന്നുണ്ടായിരിക്കുക. അതെല്ലാം 2-3 വർഷം മുന്നത്തെ ടാക്സ് ഒന്നും നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ കറൻറ്റ്, അതായത് തൊട്ട് മുന്നേയുള്ള പ്രീവിയസ് ഇയറിലെ ടാക്സ് മാത്രം നമ്മൾ അടച്ചാൽ മതി. അപ്പോൾ 2023-24 നമ്മുടെ പ്രീവിയസ് ഇയർ എങ്കിൽ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2024-25 ആയിരിക്കും. അതല്ല ഇനി ഇപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണ്, അസസ്മെൻറ്റ് ഇയർ 2024-25 അപ്പോൾ ഏതാണ് പ്രീവിയസ് ഇയർ, അങ്ങനെയാകുമ്പോൾ ഏതായിരിക്കും നമ്മുടെ പ്രീവിയസ് ഇയർ വരുന്നത്, 2023-24. മനസ്സിലായോ? അതെങ്ങനെയാണ് മനസ്സിലായേ? അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഏപ്രിൽ 1-ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത വർഷം മാർച്ച് 31-ന് അവസാനിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ ഇപ്പോൾ 2024 മാർച്ച് 31-ന് എന്ത് ചെയ്തു, ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് തുടങ്ങുകയാണ്. എങ്ങനെ, ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെ. അപ്പോൾ ഇതാണ് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ. ഈ അസസ്മെൻറ്റ് ഇയറിലായിരിക്കും പ്രീവിയസ് ഇയറിലെ ഇൻകം അതുപോലെ തന്നെ ടാക്സ് എത്ര അടയ്ക്കേണ്ടതെന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്ന്. എനിവേ
താങ്ക് യു.